നമസ്കാരം, KRC ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും അമർത്തുക. ചേടിച്ചേരി പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് വയോജന സംഗമവും ആൽമൊഴി എന്ന പേരിൽ നാട്ടുചരിത്ര സദസ്സും സംഘടിപ്പിച്ചു. മുൻ ഇരിക്കൂർ AEOയും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുമായ സി വിശാലാക്ഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഭാരതീയ ചികിത്സാ ശാസ്ത്രപ്രകാരം അതായത് വൈദ്യരാജ നമസ്തുഭ്യം യമരാജ സഹോദരം യമസ്തു ഹരതി പ്രാണൻ വൈദ്യധന പ്രാണൻ എന്നാണ്. അതായത് ഒരു എല്ലാ കുട്ടിക്കാലത്തെ ചെയ്യേണ്ടതാണ്. എങ്കിലും ഒരു മധ്യവയസ്സരായി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ശീലിച്ച് ക്രമപ്പെടുത്തി ആഹാരം, ഉറക്കം, നിദ്ര, അധിക ആശകളൊക്കെ അങ്ങ് കുറക്കുക. ഇനി മക്കളും കൊച്ചുമക്കൾ വഴിക്കെത്തിയിട്ടൊന്നും നമ്മൾ വേവലാതിപ്പെട്ട നമ്മൾ എപ്പോഴും അടിച്ചു പോകുന്നതായിരിക്കും അറിയാം. എന്നിട്ട് കൊച്ചുമക്കളെ നോക്കണ്ട, മക്കളെ നോക്കണ്ട എന്നുള്ളതേ പറയുന്നത്. പക്ഷെ അമിതമായി ഇതിനോടൊക്കെ ഏർപ്പെടുത്താൻ പറ്റാത്ത ബന്ധങ്ങളിലൂടെ നമ്മുടെ ചിന്തയും ഒക്കെ എപ്പോഴും മനസ്സിന് ആകുലതകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അന്തസ്രാവി സംവിധാനം ഡിസോർഡർ ആകും, അല്ലെങ്കിൽ ഓജദ്രവ്യ സംവിധാനം ഡിസോർഡർ ആകും. അത് സ്ഥായിയായ രോഗങ്ങൾക്ക്, അതായത് സൈക്കോസൊമാറ്റിക് ഡിസീസ് പറയും. എന്താ പറയുക, ഭൗതിക തലത്തില് അല്ലെങ്കിൽ മാനസിക തലത്തിലാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അത് ശരീരത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കോശഘടനയിൽ അത് മാറ്റം വരുത്തും, കോശത്തിന്റെ പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തും. അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകാതെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് ഞാനും ആ കൂട്ടത്തിലാണ് വയോജനങ്ങളോട് പറയാറുള്ളത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. വൈദ്യരാജ നമസ്തുഭ്യം എന്ന് വെച്ചാല് യമനും വൈദ്യനും സഹോദരങ്ങളാണ്, ഏട്ടനും അനിയനുമാണ്. അപ്പൊ രണ്ടാളും ഒരുമിച്ച് വരുമ്പോൾ ആദ്യം നമസ്കരിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം നമസ്കരിക്കേണ്ടത് പേടിച്ചിട്ട് യമനെയല്ല, കൊല്ലുന്ന് വിചാരിച്ചിട്ട് ഉള്ള യമനെയല്ല നമസ്കരിക്കേണ്ടത്, മറിച്ച് വൈദ്യനെയാണ്. സുവർണ ജൂബിലി പ്രോഗ്രാം ചെയർമാൻ VV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ MP ഷബ്നം, C രാജീവൻ, MV മിഥുൻ എന്നിവർ ആശംസകൾ നേർന്നു. 80 വയസ്സിനു മുകളിലുള്ള മുതിർന്ന വ്യക്തികളെ സദസ്സിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ആലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചർച്ച നടന്നു. KP സുനിൽകുമാർ മാസ്റ്റർ മോഡറേറ്ററായി. ഗ്രന്ഥാലയം പ്രസിഡന്റ് KV പത്മനാഭൻ മാസ്റ്റർ, മുൻ പ്രസിഡന്റ് MP ഗംഗാധരൻ മാസ്റ്റർ, P ചിരുത, KV കുഞ്ഞിക്കണ്ണൻ, VP കുഞ്ഞിക്കണ്ണൻ, VK ദാമോദരൻ, TP പത്മാവതി ടീച്ചർ, PV കുമാരൻ, PK അജേഷ്, SP ഗംഗാധരൻ മാസ്റ്റർ, P രാജൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സുവർണ ജൂബിലി ഉപസമിതി കൺവീനർ AM കരുണാകരൻ സ്വാഗതവും സെക്രട്ടറി VC പ്രശാന്തൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ പൂർവികന്മാരും നമുക്ക് മുമ്പേ സഞ്ചരിച്ചവരും നന്മയുടെ മരം ഇവിടെ നട്ട് പരിപാലിച്ച് അതിനെ സംരക്ഷിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു മരം പകർന്നു തന്നത് ഒരു സംസ്കാരമാണ്, തണലാണ്, ഒരു സന്ദേശമാണ്. ചേടിശ്ശേരി പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയം അതിൻ്റെ കർമ്മപഥങ്ങളിൽ 50 ആണ്ട് പൂർത്തീകരിച്ച് നാടിന് വിളക്കായി നിലകൊള്ളുമ്പോൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് ഉയർന്നു വരികയും അത് വ്യത്യസ്തതയോടുകൂടി നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലൊരു പരിപാടിയായിട്ടാണ് നാം ഇവിടെ ആൽമൊഴി അവതരിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു പരിപാടി എന്നതിനപ്പുറത്ത് നാം എല്ലാം പകർന്നു കൊടുക്കേണ്ട ഒരു സന്ദേശമായിട്ടാണ് കാണുന്നത്. പരിസ്ഥിതിയുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലക്കാണ് ഈ ഒരു പരിപാടി ഇവിടെ നടപ്പാക്കുന്നത്. ആലിന്റെ ഓർമ്മകൾ എന്താണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? ഇവിടെ കുഞ്ഞിരാം മേസ്ത്രിയിലേക്ക് കറുത്ത കുഞ്ഞിരാം മേസ്ത്രി എന്ന് പറയുക. അയാൾ പിന്നെ നമ്മളെ ഇവിടുത്തെ കൃഷ്ണമാഷെ ജ്യേഷ്ഠൻ നാരായണൻ നാണു എന്നാ പറയുക. അവർ രണ്ടാള് പിന്നെ വേറെ
കുഞ്ഞപ്പ, അതായത് അഞ്ഞ്, അതായത് കുഞ്ഞിരാമൻ മേസ്ത്രിയുടെ അഞ്ഞ് കുഞ്ഞപ്പ, ഇവരെ മൂന്നാള് ഇവിടെ വെള്ളിത്തടം സ്ഥലമുണ്ടായിരുന്നു. അവിടെ കല്ല് കെട്ടുമ്പോൾ അവിടെ നിന്ന് തൈ കിട്ടി. ആ തൈ ഇവിടെ കൊണ്ട് നട്ട് നമ്മൾ പ്ലാവ് രക്ഷിക്കൊടുക്കൂലേ, അത് അങ്ങനെ രക്ഷിച്ചിട്ട്, അതായത് അന്ന് പശുക്കൾ ബാക്കിയുള്ള അങ്ങനെ രക്ഷിച്ച് വളരെ ശ്രദ്ധിച്ചിട്ട് കൈ കഴിയുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്നതായില്ല. മൂക്കിരിക്കരി എന്നാണ് ഈ സ്ഥലത്തിന് പറയാം. മൂക്കിരിക്കരി ഇതിന് അപ്പുറം കുതിരവാരകരി. നിങ്ങളെ വീട് നിൽക്കുന്നത് കുതിരവാരകരിയാണ്. അതിനപ്പുറം എന്ന് പറഞ്ഞാല് പിന്നെ പൊന്നടുത്ത് പാറ. അങ്ങനെ പല ഓരോ നമ്മളെ ഈ പരിസരത്ത് പല പേരുമുണ്ട്. ആലുമുക്ക് വന്നത് ഇപ്പൊ ഇത് തറ കെട്ടിയ ഇത് ആലുമുക്ക്. അതിനപ്പുറം എന്ന് പറഞ്ഞാല് പിന്നെ പൊന്നടുത്ത് പാറ വന്നത് ഇപ്പൊ ഇത് തറ കെട്ടിയ ഇത് ആലുമുക്ക്. അപ്പൊ അതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഇവിടെ തപസിക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇതിന് കുറച്ചപ്പുറം അവിടെ ഗുഹയുണ്ട്. പിന്നെ ആ ഗുഹയുടെ അടപ്പുണ്ട്, കല്ലിന്റെ അടപ്പുണ്ട്. അതിനപ്പുറം എന്ന് പറഞ്ഞാൽ പൊന്നടുത്ത് പാറ. കുഞ്ഞിരാമാട്ടൻ, കളത്ത കുഞ്ഞിരാമാട്ടനും കുഞ്ഞിരാമാട്ടന്റെ അഞ്ചൻ കുഞ്ഞപ്പാട്ടും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇത് ഇതായിട്ട് കുറച്ച് വളർന്ന് അപ്പൊ അന്നേരം കുഞ്ഞപ്പാട്ടിന് ഇവിടെ വന്ന് വിളക്ക് കത്തിക്കും. ഒരു 5 മണിക്ക് വന്നിട്ട് വിളക്ക് എത്തിക്കുന്നത് പഞ്ചായത്തോടെ. ചുമണിക്കൂടൻ അങ്ങനെ ഇതാകും ദീപസ്തംഭം. അത് വന്നതിനാണ് കാലക്കാരന്റെ മകൻ പോക്കർ ഓരോ മുൻകൈ എടുത്തിട്ടാണ് ഈ തറ കെട്ടുന്നത്.